Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 3 ആണ് ഓഡിറ്റ് പ്ലാനിംഗ്, സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ ചാപ്റ്റർ 3ൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വന്ന് വെച്ചാൽ കമൻസിങ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ദെൻ ഓഡിറ്റ് പ്രോഗ്രാം ആൻഡ് ഓഡിറ്റ് എക്സിക്യൂഷൻ. ഈ 4 ടോപ്പിക്കാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിന് പുറമെ വേറൊരു അതർ കണ്ടൻറ്റും കൂടെ ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളെന്താണ് ഈ 4 ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇത് ഓരോ പാർട്ടായിട്ടായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും നമ്മൾ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്, ഓഡിറ്റ് പ്ലാനിംഗ്, സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും, നമ്മളൊരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് വേണ്ടത്, അതേമാതിരി തന്നെ എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഓഡിറ്റിങ്. ഈ കണ്ടൻസ് ആണ് ഇതിൽ ഈ ഒരു ചാപ്റ്റർ 3ൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നതെന്ന് വെച്ചാൽ കമൻസിങ് ആൻഡ് ഓഡിറ്റ്. SA 200 emphasizes that auditor must use objectives stated in relevant essays for effective audit planning. അപ്പോൾ SA 200 എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റർ റിലവൻ്റ് ആയിട്ടുള്ള എസ്സേസിൽ പറയുന്നുള്ള മെൻഷൻ ചെയ്യുന്നുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സും ഓഡിറ്റർ യൂസ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്, ഒരു ഓഡിറ്റ് പ്ലാനിങ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. വിത്തൗട്ട് കെയർഫുൾ പ്ലാൻ ദ ഓഡിറ്റേഴ്സ് ഓവറോൾ ഒബ്ജക്റ്റീവ് മേ നോട്ട് ബി മെറ്റ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പറായ രീതിയിൽ അല്ലെങ്കിൽ കെയർഫുള്ളായ രീതിയിൽ ഒരു ഓഡിറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ഓഡിറ്റ് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ചിലപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ് പ്ലാനിങ്. അപ്പോൾ ഒരു ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നതിലൂടെ, നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ്, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ്, പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഫോർ ദ എൻഗേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ നമ്മളൊരു ഓഡിറ്റ് പ്ലാന് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി നമുക്ക് വേണം. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റോക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മളിപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ സ്റ്റോക്ക് നമ്മൾ എടുക്കുക, നമ്മളെന്താണ് ഈ രീതിയിൽ രാവിലെ ഒരു നേരത്തെ പോയിട്ടായിരിക്കും നമ്മൾ സ്റ്റോക്ക് എടുക്കുക, അതും സർപ്രൈസ് ആയ രീതിയിലേക്കും സ്റ്റോക്ക് എടുക്കുക. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പ്ലാൻ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാകും. ആ സ്റ്റോക്കിൽ ഏതൊക്കെ സ്റ്റോക്കാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്റ്റോക്ക് എടുക്കുന്നത്, എന്ന് വെച്ചാൽ റാൻഡമായിട്ട് എടുക്കണോ അല്ലെങ്കിൽ 100% നമ്മൾ കവർ ചെയ്യണോ, അങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേമാതിരി ഏത് സ്റ്റാഫിനാണ് നമ്മൾ വിളിക്കേണ്ടത്, നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീമിലുള്ള ഏത് വ്യക്തികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സ്റ്റോക്ക് എടുക്കലിന് നമ്മൾ വിടേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിങ്ങിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തീരുമാനിക്കണം. സോ ഒരു പ്ലാനിങ്, ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്, ഫോർ എൻഗേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ആൻ ഓഡിറ്റ് പ്ലാൻ. സോ ആഡിക്വേറ്റ് പ്ലാനിങ് ബെനിഫിറ്റ് ദ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ സെവറൽ വേസ്. അപ്പോൾ പല രീതികളിലും എന്താണ് ഈ പ്ലാനിങ് നമ്മൾ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്, പ്ലാനിങ്ങിന് മുമ്പ് നമുക്ക് എന്ത് വേണം, ഒരു ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ഈ പ്ലാനിങ് എന്ത് ചെയ്യും, പല രീതികളിലും നമ്മളെ ബെനിഫിറ്റ് ചെയ്യും. ഏതൊക്കെ രീതികളിൽ, ഫസ്റ്റ് വന്നു വെച്ചാൽ അറ്റൻഷൻ. എന്ത് അറ്റൻഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിന് നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ, നമുക്കൊരു അറ്റൻഷൻ കിട്ടാൻ. എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് എന്തൊക്കെയാണ്, നമുക്കൊരു വർക്ക് കിട്ടി, നമ്മൾ പ്ലാൻ ചെയ്യാണ്, എങ്ങനെയാണ് ആ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മൾ പല ഡാറ്റാസും നമ്മൾ പല ഇൻഫർമേഷൻസും കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും,
നമ്മൾ നോക്കേണ്ട, നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ളൊരു അറ്റൻഷൻ നമുക്ക് ഫസ്റ്റ് കിട്ടും പ്ലാനിങ്ങിലൂടെ. രണ്ടാമത്തെ വെച്ചാൽ ടൈംലി റെസൊല്യൂഷൻ ഓഫ് പൊട്ടൻഷ്യൽ പ്രോബ്ലം. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തു, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും മനസ്സിലാക്കും, നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ടൈംലി റിസോൾവും ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് വൺ ഈസ് ടൈംലി റെസൊല്യൂഷൻ ഓഫ് പൊട്ടൻഷ്യൽ പ്രോബ്ലം. തേർഡ് വൺ ഈസ് പ്രോപ്പർ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനും അതേമാതിരി തന്നെ മാനേജ് ചെയ്യാനും എന്താണ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു, അറ്റൻഷൻ ടു ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. സെക്കൻഡ് വൺ ടൈംലി റെസൊല്യൂഷൻ ഓഫ് പൊട്ടൻഷ്യൽ പ്രോബ്ലം. ആൻഡ് തേർഡ് വൺ ഈസ് പ്രോപ്പർ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. തേർഡ് വൺ എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് ടീമിനെ നമുക്ക് എന്താണ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. സോ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ദ എൻഗേജ്മെൻറ്റ് ടീം. ആൻഡ് ഫോർത്ത് വൺ, ഈ എൻഗേജ്മെൻറ്റ് ടീമിനെ എന്താണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ സെലക്ഷനാണ് ചെയ്തത്, സെലക്ട് ചെയ്യാൻ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവരെ ഡയറക്റ്റ് ചെയ്യാനും അതേമാതിരി തന്നെ സൂപ്പർവൈസ് ചെയ്യാനും എന്ത് സഹായിക്കും, പ്ലാനിങ് സഹായിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈസി കോർഡിനേഷൻ അമംഗ് ഓഡിറ്റേഴ്സ് ആൻഡ് എക്സ്പേർട്ട്. അപ്പോൾ നമ്മളൊരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാത്ത ഫീൽഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ എക്സ്പേർട്സിനെ യൂസ് ചെയ്യും. അപ്പോൾ ആ എക്സ്പേർട്സും അതേമാതിരി തന്നെ ഓഡിറ്ററും തമ്മിൽ നല്ലൊരു കോർഡിനേഷനും എന്ത് സഹായിക്കും, പ്ലാനിങ് സഹായിക്കും. സോ 6 കാര്യങ്ങൾക്കാണ് പ്ലാനിങ് മേജറായിട്ട് സഹായിക്കുക. സോ ഇതൊക്കെയാണ് എന്ത് പ്ലാനിങ്ങിൻ്റെ ബെനിഫിറ്റായിട്ട് വരുന്നത്. നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് വേരീസ് ബേസ്ഡ് ഓൺ. അപ്പോൾ നമ്മളൊരു സാധനം പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് കിട്ടിയൊരു വർക്ക് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 കാര്യങ്ങളുടെ ബേസിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളുടെ പ്ലാനിങ്ങിൻ്റെ നേച്ചറും എക്സ്റ്റെൻറ്റും എന്താണ് 3 കാര്യങ്ങളുടെ ബേസിലായിരിക്കും. ഒന്നെന്ന് വെച്ചാൽ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഓഡിറ്റ്. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിൻ്റെ സൈസും കോംപ്ലക്സിറ്റിയും ഏതാണ്, വലിയ കമ്പനിയാണോ അല്ലെങ്കിൽ ചെറിയ കമ്പനിയാണോ, അല്ലെങ്കിൽ അവരുടെ ലീഗൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളുടെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീൻ്റെ എന്താ പറയുക, അവരുടെ ലോസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ്, അത് അവർ പാലിക്കുന്നുണ്ടോ, നമുക്ക് എത്ര എങ്ങനെ രീതിയിൽ അത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്ലാനിങ് ചെയ്യാൻ. സോ ഫസ്റ്റ് വൺ വെച്ചാൽ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റീൻ്റെ ബേസിലായിരിക്കും നമ്മളെന്താണ് പ്ലാനിങ്ങിൻ്റെ നേച്ചറും എക്സ്റ്റെൻറ്റും വരുന്നത്. രണ്ടാമത് വെച്ചാൽ പാസ്റ്റ് എക്സ്പീരിയൻസ്. എൻഗേജ്മെൻറ്റ് ടീം, നമ്മളുടെ എൻഗേജ്മെൻറ്റ് ടീം എന്ന് വെച്ചാൽ ഓഡിറ്റ് ടീമിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് എന്തെങ്കിലും പഴയ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കെന്താണ്, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ നമ്മളൊരു ഫ്രഷറിനെ പോലെ അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ്ലി ഓഡിറ്റ് ചെയ്ത ആൾക്കാരോട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാൻ ചെയ്യാൻ. സോ പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻഗേജ്മെൻറ്റ് ടീം, അതും എന്താണ് നമ്മളുടെ പ്ലാനിങ്ങിൻ്റെ നേച്ചറിനെയും എക്സ്റ്റെൻറ്റിനെയും എഫക്റ്റ് ചെയ്യും. അടുത്തത് വെച്ചാൽ ചേഞ്ചസ് ഇൻ സർക്കംസ്റ്റാൻസസ്. നമ്മളൊരു വർക്ക് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ പെട്ടെന്ന് പല കാര്യങ്ങളും മാറി, ഇപ്പോൾ മാനേജ്മെൻറ്റ് മാറി, അവിടുത്തെ ഡയറക്ടേഴ്സ് മാറി, അപ്പോൾ എന്താണ് നമ്മളുടെ പ്ലാനിനെയും അത് എഫക്റ്റ് ചെയ്യും. സോ അതും എന്താണ് പ്ലാനിൻ്റെ നേച്ചറിനെയും എക്സ്റ്റെൻറ്റിനെയും അതും എഫക്റ്റ് ചെയ്യും. സോ ഫസ്റ്റ് വൺ, സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഓഡിറ്റ്. ഇഫ് ദ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് an organization in which ഓഡിറ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് ഈസ് ലാർജ്. ഇപ്പോൾ വലിയൊരു കമ്പനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദെൻ മച്ച് മോർ പ്ലാനിങ് ആക്ടിവിറ്റീസ് വുഡ് ബി റിക്വയർഡ്. അപ്പോൾ ഒരുപാട് പ്ലാനിങ് ആക്ടിവിറ്റീസ് വേണ്ടി വരും വലിയൊരു ലാർജ് ആയുള്ളൊരു കമ്പനിയാണെങ്കിൽ, ആസ് കമ്പയർഡ് ടു എൻ എൻറ്റിറ്റി ഹൂസ് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി സ്മോൾ. എന്താണ് ചെറിയ കമ്പനിയെക്കാട്ടും കൂടുതൽ പ്ലാനിങ് എന്തിനു വേണ്ടി വരും, ഒരു വലിയ കമ്പനിക്ക് വേണ്ടി വരും. സോ പ്ലാനിങ് എന്താണ് സൈസിനെയും കോംപ്ലക്സിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. The key engagement team members' previous experience and expertise also contributes towards various planning activity. And മൂന്നാമത്തെ വെച്ചാൽ changes in circumstances. Another factor contributes towards variation in planning activities is changes in circumstances. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഓഡിറ്റ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻഗേജ്മെൻറ്റ് ടീം ആൻഡ് ചേഞ്ചസ് ഇൻ സർക്കംസ്റ്റാൻസസ്. നെക്സ്റ്റ്, കണ്ടിന്യൂസ് പ്ലാനിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ഏത്
സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. പ്ലാനിങ് ഇസ് എൻ ഓൺ ഗോയിങ് പ്രോസസ് ദാറ്റ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ പ്രീവിയസ് ഓഡിറ്റ്. എന്ന് വെച്ചാൽ പ്രീവിയസ് ഒരു ഓഡിറ്റ് നടന്നു, 2023-24 ഓഡിറ്റ് ഇപ്പോൾ കഴിഞ്ഞു, 23-24 ഓഡിറ്റ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി എന്താണ്, ആ ഒരു പ്രീവിയസ് ഓഡിറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് കണ്ടിന്യൂസ് അൺടിൽ ദ കറൻറ്റ് ഓഡിറ്റ് ഈസ് കംപ്ലീറ്റ്. കറൻറ്റായിട്ട് നടക്കുന്ന ഓഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എന്താണ്, ഈ ഒരു പ്ലാനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓഡിറ്റിൻ്റെ പ്ലാനിങ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിയുന്നവരുണ്ടാവും. അങ്ങനെ എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് പ്ലാനിങ് പോകുന്നത്. ഇൻക്ലൂഡിങ് കൺസിഡറേഷൻ ഫോർ ടൈമിംഗ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ടൈമിങ്ങും ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ഒരേ വർക്കിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെയും ടൈമിങ്ങിൻ്റെയും കൺസിഡറേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു പ്ലാനിങ് ചെയ്യാൻ, ഒരു ഓഡിറ്റ് വർക്കിൻ്റെ പ്ലാനിങ് ചെയ്യാൻ. സോ ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മളുടെ കീ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് അതെങ്ങനെ വേണം, എന്തൊക്കെ രീതിയിലാണ് വേണ്ടത്. അതേമാതിരി തന്നെ നമ്മളിപ്പോൾ ഒരു ഫേം ഫസ്റ്റ് പോയി നോക്കുമ്പോൾ നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് നടത്തും. എത്രമാത്രമാണ് അവിടുത്തെ റിസ്ക് ഉള്ളത് എന്ന് വെച്ചാൽ അവർക്ക് ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പറായിട്ടുണ്ടോ, അവർക്ക് മോണിറ്ററിങ് മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് റിസൾട്ടിലേക്ക് വരിക. സോ നമ്മളുടെ ഒരു അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്ലാനിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ദ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോംപ്ലക്സിറ്റീൻ്റെ ഭാഗമാണ് എന്തും ഈ ഒരു ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക്. ഏത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്കിൻ്റെ അണ്ടറിലാണോ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫേം ഉള്ളത്, അതെന്താണ് നമ്മളുടെ പ്ലാനിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ ആ ഒരു ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ്. അടുത്ത് വെച്ചാൽ മെറ്റീരിയാലിറ്റിയാണ്. നമ്മൾ മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യണം. നമ്മളുടെ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി. സോ ആ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റീൻ്റെ ബേസിൽ നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യണം, നമ്മൾ മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റും ഇതും തമ്മിൽ കണക്റ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി പിന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, അതെന്ന് വെച്ചാൽ ഓഡിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതിൻ്റെ ഒരു എന്താണ് ഡീറ്റെയിൽഡ് വേർഷനാണ് ഇവിടെ പറഞ്ഞത്. എന്ന് വെച്ചാൽ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റിയിൽ വരുന്നതാണ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്കും അതേമാതിരി തന്നെ മെറ്റീരിയാലിറ്റിയും. നമ്മൾ പ്ലാനിങ്ങിൽ ഡിറ്റർമൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ത് മെറ്റീരിയാലിറ്റിയും അതേമാതിരി തന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് എക്സ്പേർട്സിനെ ഇൻവോൾവ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജ്വല്ലറിയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം വേറൊരു എക്സ്പേർട്സിൻ്റെ ആവശ്യം വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓഡിറ്റർ എന്ന രീതിയിൽ നമുക്ക് അറിയാത്തൊരു ഫീൽഡാണ് നമ്മൾ, അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ സഹായം വേണ്ട സിറ്റുവേഷൻസ് വരുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങിലൂടെ മനസ്സിലാക്കിയിട്ട് എന്താണ് എക്സ്പേർട്സിനെ ഇൻവോൾവ് ചെയ്യിക്കണോ എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അത് നമ്മുടെ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തത് വെച്ചാൽ പെർഫോമിങ് അതർ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ നടത്തി, അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രോപ്പറായിട്ടൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിക്കുകയാണ്, നമ്മൾ ഒന്നുകൂടി മറ്റൊരു റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ നടത്താം എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ്. ഇതൊക്കെ എന്താണ് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. സോ നമ്മൾ പ്ലാനിങ്ങിൽ നമ്മൾ കീ കൺസിഡറേഷൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഫോർ റിസ്ക് അസസ്മെൻറ്റ്, രണ്ടാമത്തത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് മനസ്സിലാക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ദെൻ മെറ്റീരിയാലിറ്റി ഡിറ്റർമൈനിങ്, then involvement of experts, and last performing other risk assessment procedures. Next, overall audit strategy and plan. Auditor may discuss planning aspects with management. അപ്പോൾ മാനേജ്മെൻ്റ് അടുത്ത് എന്ത് ചെയ്യണം, ഓഡിറ്റർ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ആസ്പെക്റ്റ് ഓഡിറ്റർ ഡിസ്കസ് ചെയ്തിരിക്കണം. But retain responsibility for audit strategy and plan to maintain audit effectiveness. അപ്പോൾ എന്താണ് ഈ ഒരു ഓഡിറ്റ് സ്ട്രാറ്റജീൻ്റെയും അതേമാതിരി തന്നെ പ്ലാനിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ റീറ്റെയിൻ ചെയ്യണം. അത് നമ്മൾ ഓഡിറ്ററിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ട്രാറ്റജിയോ പ്ലാനോ പാളി പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ മാനേജ്മെൻ്റ് അടുത്ത് ഡിസ്കസ് ചെയ്തു, അവരതെന്താണ് അവർ മിസ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു സ്ട്രാറ്റജിയും പ്ലാനും നമുക്ക് ഫെയിലായി, അപ്പോഴും നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആരുടെ അടുത്താണ്, ഓഡിറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ,
നമ്മൾ മാനേജ്മെൻ്റ് അടുത്ത് ഈ പ്ലാനിങ് ഡിസ്കസ് ചെയ്യാൻ. അതെന്തിനാണ് എഫക്റ്റ് ചെയ്യുന്നത്? അത് നമ്മളുടെ ഓഡിറ്റ് എഫക്റ്റീവ്നെസ്സിൻ്റെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നത്. ദ ഓഡിറ്റർ മേ ഡിസ്കസ് പ്ലാനിങ് എലമെൻറ്റ്സ് വിത്ത് ദ എൻറ്റിറ്റീസ് മാനേജ്മെൻറ്റ് ടു ഫെസിലിറ്റേറ്റ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിന് ഒരു സഹായമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓഡിറ്റ് പ്ലാൻ നമ്മൾ മാനേജ്മെൻ്റ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പുതിയ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ ചെയ്തു. നമ്മൾ അവരുടെ സ്റ്റോക്ക് എടുക്കുന്നത് നമ്മൾ രാവിലെയാണ് സ്റ്റോക്ക് എടുക്കുക. സോ ആ രാവിലെയാണ് സ്റ്റോക്ക് എടുക്കുക എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനേജ്മെൻ്റ് അടുത്ത് ഡിസ്കസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ രാവിലെ ആ സ്റ്റോക്ക് എടുക്കാനുള്ളൊരു ഫെസിലിറ്റി നമുക്ക്, ആ ഒരു സഹായം അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ കോർഡിനേറ്റിംഗ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വിത്ത് ദ എൻറ്റിറ്റീസ് പേഴ്സണൽ ക്യാൻ എൻഹാൻസ് ദ ഓഡിറ്റ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് നമ്മളുടെ ഒരു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എൻറ്റിറ്റീസിൻ്റെ ആൾക്കാരായിട്ട് നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഓഡിറ്റ് പ്രോസസ്സ് ഒന്നുകൂടി എൻഹാൻസ്ഡ് ആവും. ഡിസ്കഷൻസ് ഷുഡ് നോട്ട് കോംപ്രമൈസ് ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ. അപ്പോൾ നമ്മളുടെ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജിയും പ്ലാനും എന്തായിരിക്കും, അത് കോംപ്രമൈസ് ചെയ്യരുത്. വിച്ച് റിമെയിൻസ് ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. അതെന്താണ്, ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കെയർ ഈസ് നീഡഡ് ടു അവോയ്ഡ് മേക്കിംഗ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പ്രെഡിക്റ്റബിൾ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ മോർണിംഗിൽ പോയിട്ടാണ് സ്റ്റോക്ക് എടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ നമ്മൾ എന്ത് പറയുന്നില്ല, നമ്മൾ ഏതൊക്കെ സ്റ്റോക്കാണോ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ എന്ത് മെത്തേഡിലാണോ സ്റ്റോക്ക് എടുക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ എക്സ്പേർട്ടിനെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം, ഇതൊന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പ്രൊസീജിയർ, ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ പ്രെഡിക്റ്റബിലിറ്റി നമ്മളവിടെ മാറ്റി വെച്ച് പ്രെഡിക്റ്റബിൾ ആക്കാണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ആ ഒരു ഓഡിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. വിച്ച് കുഡ് റെഡ്യൂസ് എഫക്റ്റീവ്നെസ്. അങ്ങനത്തെ ഒരു പ്രെഡിക്റ്റബിൾ നമ്മൾ പറയുകയാണ്, നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു, നമ്മൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന ആൾക്കാരെ കൊണ്ടുവരും എന്നുള്ള കാര്യം കൂടി നമ്മൾ മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ ഓഡിറ്റ് എഫക്റ്റീവ്നെസ് റെഡ്യൂസ്ഡ്. Involvement of the engagement partner and key team members in planning enhance the process through their experience. അപ്പോൾ എൻഗേജ്മെൻറ്റ് പാർട്ട്ണറിനെയും അതേമാതിരി തന്നെ കീ ടീം മെമ്പേഴ്സിനെയും നമ്മളുടെ പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമ്മളുടെ പ്ലാനിങ് എൻഹാൻസ്ഡ് ആവും. എഫക്റ്റീവ് പ്ലാനിങ് കോൺട്രിബ്യൂട്ട്സ് ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓഡിറ്റ്. അപ്പോൾ എഫക്റ്റീവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു ഓഡിറ്റിൻ്റെ എഫിഷ്യൻസിനെയും എഫക്റ്റീവ്നെസ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. സോ ഈ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ചാപ്റ്റർ 1 ചെറുതായ രീതിയിൽ നോക്കുന്നുണ്ട്. SQC 1 അതേമാതിരി തന്നെ SA 220 ഒരു എലമെൻറ്റ് മാതിരി നമ്മൾ ലീഡർഷിപ്പ്, റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റിക്വയർമെൻറ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്. അതും നമ്മൾ ഒരു ഓഡിറ്റിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതും നമ്മളുടെ ഓഡിറ്റ് പ്ലാനിങ്ങിൽ വേണ്ട സാധനമാണ്. സോ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ആർ ക്രൂഷ്യൽ. അത് ക്രൂഷ്യലാണ്. ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ മസ്റ്റ് എൻഷ്യൂർ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഫോർ മെയിൻറ്റെയിനിങ് ദീസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു എൻഗേജ്മെൻറ്റ് പാർട്ണർ എൻഷ്യൂർ ചെയ്തിരിക്കണം. The auditor shall undertake the following activities at the beginning of the current audit engagement. അപ്പോൾ നമ്മളൊരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ക്ലയൻറ്റ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ The auditor must perform specific activities at the start of the audit engagement as per SA 220. അപ്പോൾ SA 220 നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്റർ 1. അപ്പോൾ അത് പറഞ്ഞ രീതിയിൽ നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പെർഫോം ചെയ്തിരിക്കണം. SA 220 ക്വാളിറ്റി കൺട്രോൾ ഫോർ ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്.
അപ്പോൾ അതിൽ കീ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്, അപ്പോൾ എന്തൊക്കെയാണ് അതിൽ SA 220 പറഞ്ഞ കീ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ അസസിങ് ദ കണ്ടിന്യൂൻസ് ഓഫ് ദ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ദ സ്പെസിഫിക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. സോ അസസിങ് ദ കണ്ടിന്യൂൻസ് ഓഫ് ദ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് സ്പെസിഫിക് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, അതെന്താണ് നമ്മൾ ഒരു കീ ആക്ടിവിറ്റിയാണ് SA 220 പ്രകാരമുള്ളത്. സോ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ അസസ്മെൻറ്റ് ഇൻക്ലൂഡ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസും പ്രൊസീജിയറും, നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യണം, അതേമാതിരി തന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഇൻഫർമേഷൻസ് ഒരു ക്ലയൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻറ്റഗ്രിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഓണേഴ്സ്, കീ മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ്. അപ്പോൾ കീ മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പൽ ഓണേഴ്സിൻ്റെയും ഗവർണൻസിൻ്റെയും എന്താണ് TCWGൻ്റെയും ഇൻറ്റഗ്രിറ്റി അതെന്ത് ചെയ്യണം, അത് ഓഡിറ്റർ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ഇൻഫോർമേഷൻസും അതേമാതിരി തന്നെ പ്രൊസീജിയറും ചെയ്തിട്ട് ഓഡിറ്റർ എന്താണ് ഈ ഓണേഴ്സിൻ്റെയും കീ മാനേജ്മെൻറ്റിൻ്റെയും ഗവർണൻസിൻ്റെയും ഇൻറ്റഗ്രിറ്റി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത വെച്ചാൽ കോമ്പീറ്റൻസ് ആൻഡ് റിസോഴ്സസ് ഓഫ് ദ എൻഗേജ്മെൻറ്റ് ടീം. നമ്മൾ ഈ ഒരു ക്ലയൻറ്റിൻ്റെ വർക്ക് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണോ, നമുക്കതിന് തക്കതായിട്ടുള്ള കോമ്പീറ്റൻസും റിസോഴ്സസും ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, അസസ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് കംപ്ലയൻസ് വിത്ത് റിലവൻറ്റ് എത്തിക്കൽ റിക്വയർമെൻറ്റ്. ഈ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ക്ലയൻറ്റ് എന്താണ് എത്തിക്കൽ റിക്വയർമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ടോ, കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കിയിരിക്കണം. ആൻഡ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഫ്രം പ്രീവിയസ് ഓഡിറ്റ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻ. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ഓഡിറ്റ് വർക്ക് ഉണ്ടോ, ചിലപ്പോൾ മേ ബി, അല്ലെങ്കിൽ പ്രീവിയസ് ഓഡിറ്ററിൻ്റെ അടുത്ത് കിട്ടിയ ഇൻഫർമേഷൻസ് ഉണ്ടോ, അതിൻ്റെ ബേസിലുള്ള സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സും എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം, ഓഡിറ്റർ കൺസിഡർ ചെയ്തിരിക്കണം. സോ എന്തൊക്കെയാണ് പ്രിൻസിപ്പൽ ഓണർ, കീ മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസിൻ്റെ ഇൻറ്റഗ്രിറ്റി. ദെൻ നമുക്ക് ഈ വർക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ കോമ്പീറ്റൻസും റിസോഴ്സസും. ദെൻ എന്താണ് എത്തിക്കൽ റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, റിലവൻ്റ് ആയിട്ടുള്ള എത്തിക്കൽ റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും. അതിനുശേഷം എന്താണ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഫ്രം പ്രീവിയസ് ഓഡിറ്റ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻസ്. സോ ഇതാണ് ഫസ്റ്റ് ഓഡിറ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് അല്ല, ഇതാണ് ഓഡിറ്റർ ചെയ്യേണ്ടത് ആസ് പെർ SA 220. ദെൻ ഓഡിറ്റേഴ്സ് ഫോർ എൻറ്റിറ്റീസ് ലൈക്ക് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ബി അപ്പോയിൻറ്റഡ് അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊസീജിയേഴ്സ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊസീജിയറിൻ്റെ ബേസിലാണ്. ഇവാലുവേഷൻ ഓഫ് കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ് ഇൻക്ലൂഡിങ് ഇൻഡിപെൻഡൻസ്. അതെന്താണ് SA 220 ആണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ എത്തിക്കൽ റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, നമ്മളെ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റും അതേപോലെ തന്നെ ക്ലയൻറ്റും അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം SA 220 ആണ് പറഞ്ഞത്. ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ നമ്മൾ കംപ്ലൈ ചെയ്യേണ്ട ക്വാളിറ്റീസ് ആണ് എന്ത് SA 220 മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ ഒരു എൻഗേജ്മെൻറ്റിൽ ഒരു ക്ലയൻറ്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇൻഡിപെൻഡൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, അതാണ് SA 220 പറയുന്നത്. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ടേംസ് ഓഫ് ദ എൻഗേജ്മെൻറ്റ് ആസ് റിക്വയർഡ് ബൈ SA 210. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ നമ്മളുടെ ടേംസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ സ്കോപ്പ് എന്നുള്ള കാര്യങ്ങൾ നമ്മളുടെ ക്ലയൻറ്റിന് അറിയോ. ഫസ്റ്റ് വന്ന് വെച്ചാൽ ക്ലയൻറ്റും നമ്മൾ തമ്മിലൊരു ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ആസ് പെർ SA 220. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിനെ കുറിച്ച് ക്ലയൻറ്റിന് ധാരണ ഉണ്ടോ ആസ് പെർ SA 210. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതാണെന്ത് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ നമ്മൾ നോക്കാനുള്ള മെയിൻ കാര്യങ്ങൾ. ഇതിൽ മെയിനായിട്ടുള്ള SA 220 പ്രകാരമുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി എന്തിൽ നോക്കിയിട്ടുണ്ട്, നമ്മൾ ചാപ്റ്റർ 1 നോക്കിയ കാര്യമാണ്. അപ്പോൾ ഒരു ഓഡിറ്റ് പ്ലാനിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് ഉണ്ടാവുക, എന്തൊക്കെയാണെങ്കിലും ഉണ്ടാവുക, നമ്മളാണല്ലോ ഓഡിറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്. സോ ദ ഓഡിറ്റർ മസ്റ്റ് ഡെവലപ്പ് an audit plan that includes a description of the nature, timing and extent of planned risk assessment procedure based on SA 315. അത് നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ്. അതിൽ പറയുന്നുള്ള എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ള റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻഡ് ഒരു ഡിസ്ക്രിപ്ഷനാണ് ഫസ്റ്റ് എന്തിൽ വേണ്ടത്, ഓഡിറ്റ് പ്ലാനിൽ വേണ്ടത്. രണ്ടാമത്തത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് എന്ത് പ്ലാൻഡ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ. ഇതും നമ്മളുടെ വ്യത്യാസം വെച്ചാൽ ഇത് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറാണ്, ഇത് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറാണ്. സോ ഫസ്റ്റ് വൺ വെച്ചാൽ
ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആസ് പെർ SA 315. രണ്ടാമത്തെ വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പ്ലാൻഡ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ അറ്റ് ദ അസഷൻ ലെവൽ അക്കോർഡിംഗ് ടു SA 330. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. രണ്ടും സെയിം ആണ്. ആകെ വ്യത്യാസം വരുന്ന ഇതിലാണുള്ളത്. സെയിം എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, എന്താണ് വേർഡിങ്സൊക്കെ ഒരു എക്സ്റ്റെൻഡ് സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം വെച്ചാൽ എന്താണ്, ഒന്നിൽ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറും രണ്ടാമത്തേൽ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറാണ്. ഒന്നിൽ പറഞ്ഞ സ്റ്റാൻഡേർഡ് വെച്ചാൽ SA 315, രണ്ടാമത്തേൽ പറഞ്ഞ സ്റ്റാൻഡേർഡ് വെച്ചാൽ SA 330 ആണ്. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അതർ നെസസറി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എൻഷുവർ കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. അപ്പോൾ ബാക്കിയുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ്, ബാക്കി നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അതിനെക്കുറിച്ചുള്ള നെസസറി കാര്യങ്ങളും നെസസറി ഇൻഫോർമേഷൻസും നമ്മൾ എന്തിൽ കൊടുക്കണം, നമ്മൾ ഓഡിറ്റ് പ്ലാനിൽ കൊടുക്കണം. എങ്ങനെയാണ് നമ്മൾ കംപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ആ പ്ലാനിൽ വരുന്നത്. ഓക്കെ, ദ ഓഡിറ്റ് പ്ലാൻ ഈസ് മോർ ഡീറ്റെയിൽഡ് ദാൻ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ഓഡിറ്റ് സ്ട്രാറ്റജീനെക്കാട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ഓഡിറ്റ് പ്ലാൻ. നമ്മൾ പറഞ്ഞു രാവിലെ നമ്മൾ പോയി സ്റ്റോക്ക് എടുക്കും, അതാണ് നമ്മളുടെ സ്ട്രാറ്റജി. ആ രാവിലെ പോയി സ്റ്റോക്ക് എടുക്കാൻ നമ്മൾക്ക് ജസ്റ്റ് അവിടെ പോയി ചെയ്താൽ പോരാ, നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് ആ സ്റ്റോക്ക് ഏത് സ്റ്റോക്കാണല്ലോ നോക്കണം, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ. മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ നമ്മൾ നല്ലൊരു എക്സ്പേർട്ടിനെ കൂട്ടി കൊണ്ടുപോകേണ്ടി വരും. ഇനി അങ്ങനെയല്ല, നമ്മൾ ഏത് രീതിയിലാണ് ആ സ്റ്റോക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ സാമ്പിൾ ബേസിലാണോ അല്ലെങ്കിൽ 100% ബേസിലാണോ. സോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ ജസ്റ്റ് എന്താണ്, രാവിലെ മാത്രം പോയി രാവിലെ സ്റ്റോക്ക് എടുക്കും, അതാണ് നമ്മളുടെ എന്ത്, സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിലേക്ക് വരുന്ന ഈ കാര്യങ്ങൾ, മെത്തേഡ്, എക്സ്പേർട്ട്, ഈ കാര്യങ്ങൾ എന്നിട്ട് അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആക്കുക, അതാണെന്ത്, ഓഡിറ്റ് പ്ലാൻ. സോ ഓഡിറ്റ് പ്ലാൻ ഈസ് മോർ ഡീറ്റെയിൽഡ് ദാൻ ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. സ്പെസിഫൈങ് പ്രൊസീജിയേഴ്സ് ഫോർ എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്താണ്, ഓഡിറ്റ് പ്ലാൻ സ്പെസിഫൈ ചെയ്യും. പ്ലാനിങ് ഫോർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്യൂസ് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് പ്രോസസ് ആസ് ദ എൻഗേജ്മെൻറ്റ് ഓഡിറ്റ് പ്ലാൻ ഇവോൾവ്സ്. അപ്പോൾ എന്താണ് പ്ലാനിങ്, എന്താണ് നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തൊക്കെ പ്ലാനിങ് വരും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നേച്ചർ ആൻഡ് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഓഡിറ്റ്, പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ്. മൂന്നാമത്തെ പറഞ്ഞ കാര്യമായിരുന്നു എന്ത്, ചേഞ്ചസ് ഇൻ സർക്കംസ്റ്റാൻസസ്. അങ്ങനെ സർക്കംസ്റ്റാൻസസ് മാറുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് റീസൺസ് അനുസരിച്ച് നമ്മൾ ഈ ഓഡിറ്റ് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കും, നമ്മൾ പ്ലാനിങ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ പ്ലാനിങ് ഫോർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്യൂസ് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് പ്രോസസ് ആസ് ദ എൻഗേജ്മെൻറ്റ് ഓഡിറ്റ് പ്ലാൻസ് ഇവോൾവ്സ്. The auditor may start executing certain further audit procedures for specific transaction, account balance and disclosures before finalizing all other planned procedures. അപ്പോൾ ചില ട്രാൻസാക്ഷൻ, അക്കൗണ്ട് ബാലൻസ്, അതേമാതിരി തന്നെ ഡിസ്ക്ലോഷേഴ്സിന് എന്താണ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ ചിലപ്പം ഓഡിറ്റ് ചെയ്യും. ഈ ഒരു നിലവിലുള്ള ഓഡിറ്റ് പ്ലാൻ എന്താണ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് അവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് വർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് നമ്മൾ എന്താണ് ചില ട്രാൻസാക്ഷൻ, അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ നമ്മൾ കുറച്ചും കൂടി എന്താണ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണ് നമ്മളുടെ വർക്ക് നമ്മൾ ഫൈനലൈസ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞുള്ളൂ. ചേഞ്ചസ് ടു പ്ലാനിങ് ഡിസിഷൻ. നമ്മൾ ഓൾറെഡി എന്താണ് ഒരു പ്ലാൻ ഉണ്ടാക്കി, അതിൽ മാറ്റം വരുന്നത്. സോ ഓഡിറ്റർ ഷുഡ് അപ്ഡേറ്റ് ദ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ ബേസ്ഡ് ഓൺ. അപ്പോൾ ഓഡിറ്റർ എപ്പോഴൊക്കെയാണ് ഒരു ഓഡിറ്റ് പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി മാറ്റേണ്ടത്? ഫസ്റ്റ് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്. എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ് വന്നാലോ, അല്ലെങ്കിൽ എന്താണ് ചേഞ്ചസ് ഇൻ കണ്ടീഷൻ, നമ്മളുടെ കണ്ടീഷനിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു എന്താ പറയുക എൻഗേജ്മെൻറ്റ് ടേംസ് നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിലെന്തെങ്കിലും മാറ്റം വന്നു, ലൈക്ക് മാനേജ്മെൻറ്റ് മാറും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നമ്മളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാനിങ് നമ്മൾ മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു രാവിലെയാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് രാവിലെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇവർ രാവിലത്തെ ഷിഫ്റ്റ് തന്നെ ഒഴിവാക്കി. അപ്പോൾ നമ്മളുടെ പ്ലാൻ മാറ്റി നമ്മൾ വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്തേക്ക് മാറ്റേണ്ടി വരും. സോ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റോ വന്നതിൻ്റെ ബേസിൽ നമ്മളുടെ പ്ലാൻ മാറ്റി. മൂന്നാമത്തെ വെച്ചാൽ ന്യൂ ഓഡിറ്റ് എവിഡൻസ്. നമുക്കൊരു പുതിയൊരു ഓഡിറ്റ് എവിഡൻസ് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, എന്തോ ഒരു വശപ്പശകുണ്ട്. അപ്പോൾ നമ്മൾ
ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് എന്താണ് നമ്മളുടെ റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് വേറെ രീതിയിൽ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ 3 കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ഏതൊക്കെയാണെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്, രണ്ടാമത്തത് ചേഞ്ചസ് ഇൻ കണ്ടീഷൻ, മൂന്നാമത്തത് ന്യൂ ഓഡിറ്റ് എവിഡൻസ്. ചേഞ്ചസ് ഇൻ ലോസ് ഓർ ഗവൺമെൻറ് പോളിസീസ് മേ ഓൾസോ റിക്വയർ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ ഓവറോൾ സ്ട്രാറ്റജി. അപ്പോൾ എന്താണ്, നിയമത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസീസിലോ എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓവറോൾ സ്ട്രാറ്റജി, ഓഡിറ്റ് സ്ട്രാറ്റജി നമ്മൾ മാറ്റും. ഓക്കെ, സോ ഇതാണ് കമൻസ്മെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റ്.